നമസ്കാരം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ഒരു ലക്കി ഭാസ്കർ, നമുക്ക് എല്ലാം അറിയാവുന്ന പോലെ ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പടങ്ങളിൽ ഒന്നാണ് ലക്കി ഭാസ്കർ. അത് നമ്മൾ പ്രൊമോഷന് വരുമ്പോഴാണ് നമ്മൾ തന്നെ അറിയുന്നത് ഇങ്ങനൊരു പടം വരാൻ പോകുന്നുണ്ടെന്ന്, ഇങ്ങനൊരു പടമാണെന്ന്. ഇതിന്റെ രണ്ടാം ഭാഗമാണ് നവംബറിൽ ഷൂട്ട് തുടങ്ങാൻ പോകുന്നുണ്ട്. അതിന്റെ ഏകദേശ പരിപാടിയൊക്കെ കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നതെങ്കിലും നമ്മളിപ്പം ലക്കി ഭാസ്കർ അറിഞ്ഞത് തന്നെ ഈ സിനിമ പ്രൊമോഷൻ ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ അറിഞ്ഞ ഇങ്ങനൊരു പടം വരാനുണ്ടെന്ന്. അപ്പൊ ഇതിപ്പം അതിന്റെ ഡയറക്ടർ തന്നെ പറയുകയുണ്ടായി, ലക്കി ഭാസ്കർ എന്നുള്ള പടം ഇപ്പോൾ ഉടൻ തന്നെ വരും എന്നുള്ളത് സംഭവം അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പടം കഴിഞ്ഞിട്ടുണ്ടോ അതോ തുടങ്ങിയോ എന്ന് നമുക്കറിയത്തില്ല. കാര്യം എന്തായാലും നവംബർ തുടങ്ങുമെന്നാണ് അദ്ദേഹം വേറൊരു ചാനലിനകത്തായിട്ട് ഒരു ഇത് പറഞ്ഞേക്കുന്നത്. ചിലപ്പോൾ കഴിഞ്ഞാണ്, ചിലപ്പോൾ കഴിയാതിരിക്കാം. ആ ഒരു നല്ലൊരു കാര്യമാണ് അത്. എന്തായാലും ആ പടം ഒരു എനർജി പടമാണ്, നല്ല അടിപൊളി സൂപ്പർ കണ്ടിരിക്കാൻ അടിപൊളി പടമാണ്. ഇപ്പൊ 2 അങ്ങനെ തന്നെ ആവട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു ചെറിയ ന്യൂസ്. നമ്മുടെ ശാന്തി കൃഷ്ണ പറഞ്ഞേക്കുന്ന സിനിമയിലെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ജെൻഡർ വ്യത്യാസം ഒരു യാഥാർത്ഥ്യമാണ്. അതെ, ഈ ഹീറോയിനായിട്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് കളക്ട് ചെയ്ത ഒരു പടത്തിന്റെ പേര് പറയാം. വേണമെങ്കിൽ ഒന്ന് രണ്ട് പടത്തിന്റെ മലയാളത്തിൽ പറയാൻ പറ്റും, ലോക പറയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ദുൽഖർ പ്രൊഡക്ഷന്, പിന്നെ ടോവിനോ, അങ്ങനെ എല്ലാവരെയും കാണിച്ചു കിട്ടിയ ഒരു പടമാണ്. അതിനകത്ത് ഫുള്ളായിട്ട് പിന്നെ ഫീമെയിൽ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയാൻ പറ്റില്ല. നെസ്ലിൻ ഉൾപ്പെടെ എല്ലാവരും അത്ര താരങ്ങളുണ്ട്. പിന്നെ മഞ്ജു വാര്യരുടെ ഈ ഒരു വിഷയത്തിന് ശേഷം വന്നേക്കുന്ന റോഷൻ ആൻഡ്രൂസ് ചിത്രത്തിനകത്ത് മഞ്ജു വാര്യർ നേടിയെന്നുള്ള സത്യമാണ്. പക്ഷേ എന്നും പറഞ്ഞ് എല്ലാ പടവും ഇതേപോലെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ പിന്നെ മെയിൽ മേടിക്കാൻ ഫീമെയിലിന് കൊടുക്കാൻ പറ്റില്ല. അതിന് ഏതെങ്കിലും ഒരെണ്ണം എന്നാ പിന്നെ അവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ലേഡി പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ലേഡീസിനെ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഹിറ്റ് ആയിക്കോട്ടെ, അത് നമ്മൾ അംഗീകരിക്കുക. അല്ലാതെ ആരും അംഗീകരിക്കത്തില്ല. അത് ആ പറഞ്ഞതിനകത്ത് നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽക്കി സിനിമയുടെ ഒരു കാര്യം പറയാനുണ്ട്. കൽക്കി സിനിമ കാസ്റ്റിംഗ് കോൾ ഇട്ടുണ്ട് അവർ ഒഫീഷ്യൽ പേജിലാണ്. പിന്നെ കൽക്കി സിനിമയ്ക്കകത്ത് 1000 പേരുടെ കൂട്ടത്തിൽ ഒരാളായിട്ടൊക്കെ നിൽക്കാനും അങ്ങനെയൊക്കെ നിൽക്കാനും, ജസ്റ്റ് ഫേസ് വരാം ഫേസ് വരാതിരിക്കാം, അങ്ങനെയുള്ള സീൻസിലൊക്കെയാണ് കാസ്റ്റിംഗ് കോൾ വിളിച്ചേക്കുന്നത്. അല്ലാതെ പ്രഭാസിന് പകരമായിട്ട് അഭിനയിക്കാനോ അല്ലെ ഓപ്പോസിറ്റ് അതിനകത്ത് അഭിനയിക്കുന്ന വൻ ടീമോടെ കൂടെ അവർക്ക് മാറ്റിയിട്ട് അഭിനയിക്കാനോ ഉള്ളതൊന്നുമല്ല. അത് ആദ്യമേ പറയും. കാസ്റ്റിംഗ്, ഞാൻ ഇത് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാസ്റ്റിംഗ് ആയിട്ട് വരാൻ പോകുന്ന, അത്ര ക്രൗഡ് ഉണ്ടാകാൻ പോകുന്ന, അത്ര കാസ്റ്റിങ്ങിൽ അത്ര ചെലവ് ചെയ്യുന്ന ഒരു കാസ്റ്റിംഗ് ആണ് കൽക്കി സിനിമയുടെ. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ തന്നെ ഏകദേശം ഒരു 3 ലക്ഷത്തിൽ ഉൾപ്പെടെ ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഷെയർ ചെയ്യാത്ത എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. സേവ് ചെയ്ത ആൾക്കാരൊക്കെ അത് വേറെ. അപ്പൊ ഏറ്റവും കൂടുതൽ അത്രയ്ക്കും വലിയൊരു ക്യാൻവാസിൽ വരുന്ന ഒരു പടമാണ്, പിന്നെ ബ്രഹ്മാണ്ഡ ചിത്രമാണ്. അതുകൊണ്ട് പ്രവാസിനെ മാറ്റിയിട്ടൊന്നും എടുക്കുന്ന സീനല്ല. ചെറിയ ചെറിയ ജസ്റ്റ് ആ വിളക്ക് പിടിക്കുന്ന അങ്ങനത്തെ ഒക്കെ ചെറിയ സീനായിരിക്കും. അതുകൊണ്ട് ആവേശം എടുക്കുമ്പോൾ സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ.